ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് കുറച്ച് വിളവെടുപ്പും നമ്മൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് വിളവെടുത്ത പച്ചക്കറികളൊക്കെ ഉപയോഗിച്ചിട്ട് കുറച്ച് പാചകവും വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം വിളവെടുപ്പെന്ന് വെച്ചാൽ ഒരുപാടങ്ങ് പച്ചക്കറികളൊന്നുമില്ല. കുറച്ച് ചീരയും 5-6 വെണ്ടയ്ക്കായും പിന്നെ കുറച്ച് വെള്ളക്കാന്താരിയും കറിവേപ്പില അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ കൃഷിയെല്ലാം പോയി. ഞാനിതുകൂട്ട് ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. സമയത്തേക്ക് വെള്ളമൊന്നും ഒഴിക്കാൻ ആളില്ലാതെ ഇതെല്ലാം അങ്ങ് കരിഞ്ഞൊക്കെ പോയായിരുന്നു. പിന്നെ വന്ന് കുറച്ചൊക്കെ നട്ടെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ചീരയൊക്കെ കണ്ടിച്ചെടുക്കാം. നമ്മൾ കുറച്ച് വെള്ളക്കാന്താരിയും കറിവേപ്പിലയൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ചീര കട്ട് ചെയ്തിട്ടെടുക്കാം. ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഇടത്ത് കൈയിൽ ഫോൺ ഇരിക്കും. അപ്പം വലത്ത് കൈ ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. നമുക്ക് ഒരു പിടി ചീര കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് 2 പേർക്ക് ഇത്രേ ആവശ്യമായിട്ടുള്ളൂ. പിന്നെ ഈ ഒരു മൂട് നമ്മൾ വിത്തിനായിട്ട് നിർത്തിയേക്കുവാണ്. അപ്പം കൃഷിക്കടയിൽ ഞാൻ കുറച്ച് സീനിയായും ബോൾസും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വന്ന് കാണുമ്പോൾ കണ്ണിനൊരു ഭംഗി മാത്രമല്ല, ഇത് തേൻ കുടിക്കാനൊക്കെ ഇഷ്ടം പോലെ പൂമ്പാറ്റയും തേനീച്ചയും ഒക്കെ വരും. അപ്പോൾ നമുക്ക് ഒരുപാട് വിളവൊക്കെ ലഭിക്കും പരാഗണമൊക്കെ നടന്നിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെണ്ടയ്ക്കായും കൂടെ പറിച്ചെടുക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ പറിച്ചിട്ട് കുറച്ച് മെഴുക്കുരട്ടി വെച്ചായിരുന്നു. അപ്പോൾ ഇത്രേ വളരത്തുള്ളൂ. ഒരുവിധം എല്ലാം പറിച്ച് നമ്മൾ എടുത്തതാണ്. അതിനുശേഷം ലാസ്റ്റൊക്കെ വന്നപ്പോഴേക്കും വളത്തിൻ്റെയൊക്കെ കുറവ് കൊണ്ട് ഇച്ചിരി മുരടിപ്പാണ്. അപ്പോൾ ഇത് വിളയാനൊക്കെ ഇത്തിരിയും കൂടി ഉണ്ട്. പിന്നെ ഒത്തിരി അങ്ങ് വിളഞ്ഞാലും ഇതിൻ്റെ മുകൾ വശത്തുനിന്ന് പെട്ടെന്ന് അങ്ങ് മൂത്ത് വരും. അപ്പോൾ നമുക്ക് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ചീരയൊക്കെ ഒന്ന് കഴുകിയെടുത്ത് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഒന്ന് ഇട്ട് വെക്കാം. ഇതിലെന്തെങ്കിലും ചിലന്തിയോ കുഞ്ഞു പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടട്ടെ. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പം ഞാൻ ആദ്യം കരുതി വെണ്ടയ്ക്ക വെച്ച് മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന്. പിന്നെ കുറച്ച് തൈര് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം വെണ്ടയ്ക്ക ഉപയോഗിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു വെണ്ടയ്ക്ക പച്ചടിയെന്നോ അല്ലെങ്കിൽ വെണ്ടയ്ക്ക മോരുകറിയെന്നോ ഒക്കെ പറയാം. ആദ്യം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടയ്ക്കായും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. എങ്കിൽ മാത്രമേ ഇത് നല്ല ക്രിസ്പി ആയിട്ട് ആ പച്ചടിക്കകത്തിൽ കിടക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് ഇനി ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം. അപ്പം വെണ്ടയ്ക്കയൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാൻ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ നമുക്കിതിലേക്ക് ഒരുപാടങ്ങ് പൊടികൾ ഒന്നും ആവശ്യമായിട്ടില്ല. ഒരു കളറിന് വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുവാണ്. നമുക്ക് തീ ഒന്ന് ഓഫാക്കിയിട്ട് വേണം മൂപ്പിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു വെണ്ടയ്ക്ക പച്ചടിയാണിത്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മോരിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് ഞാൻ കലക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ കടുകൊക്കെ താളിച്ച ഈ വെണ്ടയ്ക്കായും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമാണിത്. അപ്പം നിങ്ങൾക്ക് മോര് കറിയായിട്ട് വേണമെങ്കിൽ ഇച്ചിരി വെള്ളം കൂട്ടിയെടുത്താൽ മതി. ഞാനിപ്പം കൊഞ്ച് ചമ്മന്തിയൊക്കെ ഇടിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ അധികം വെള്ളം ചേർക്കുന്നില്ല, ഒന്ന് കുറുക്കിയെടുക്കുവാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു വിഭവമാണ്. അപ്പോൾ ഈ സമയം ഇത് തയ്യാറാക്കിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചീരയെല്ലാം ഒന്ന് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ 1 പ്ലേറ്റ് ചീര കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഒരല്പം മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ചീരത്തോരൻ വെക്കാനായിട്ട് ഞാൻ 2 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് തേങ്ങാപ്പീരയും ജീരകവും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അരച്ചെടുക്കണം. അതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വിഭവം ചീരത്തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പം കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ചില സമയത്ത് ഞാൻ ഉള്ളിയൊന്നും അങ്ങനെ ചീരത്തോരന് ചേർത്ത് കൊടുക്കാറില്ല. അപ്പോൾ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്ത് ഇങ്ങനെ കടുകൊക്കെ താളിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിയും കറിവേപ്പിലയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനിയും അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ അരപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. അരപ്പരയ്ക്കുന്ന സമയത്ത് ഒരുപാടങ്ങ് അരഞ്ഞൊന്നും പോകണ്ട, ജസ്റ്റ് അതൊന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇലത്തോരനൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ഇലയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ഉപ്പിടുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഉപ്പങ്ങ് ഒരുപാട് കൂടി പോകും. നമുക്കറിയത്തില്ലല്ലോ എത്രയുണ്ടെന്ന്. ഇത് വെന്ത് കഴിയുമ്പോഴേക്കും ഇലയൊക്കെ ഒന്നുകൂടെ അങ്ങ് ഒതുങ്ങും. അപ്പോഴേക്കും നമുക്ക് കറക്റ്റ് ഉപ്പിൻ്റെ പരുവം അറിയത്തില്ല. ഞാനാണെങ്കിൽ അരപ്പരച്ച് ആ മിക്സിയിൽ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ഒരു തുള്ളി മാത്രം.
അപ്പോൾ ഒരുപാടൊന്നും വെള്ളം ഒഴിക്കരുത്. ചീരയ്ക്ക് അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കാറില്ല. ആവി തട്ടി തന്നെ വേവാനുള്ള വേവേ ഉള്ളൂ. അപ്പം അരപ്പൊക്കെ ഒന്ന് റെഡിയായി വന്നപ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചീരയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുവാണ്. അങ്ങനെ ചീരയും നമ്മുടെ അരപ്പും എല്ലാം കൂടി നല്ലപോലെ മിക്സായി ചീരയൊക്കെ ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുവാണ്. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിരുന്നു. ഞാൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാടൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ ഗുണങ്ങളെല്ലാം അങ്ങ് പോകും. അപ്പോൾ ഇലയൊക്കെ ആണെങ്കിൽ ഒത്തിരി അങ്ങ് വേവിക്കാതെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്കിനി ഒരു ചുട്ടരച്ച കൊഞ്ച് ചമ്മന്തിയും കൂടെ തയ്യാറാക്കണം. അപ്പോൾ ഞാൻ ചമ്മന്തി അരക്കാനായിട്ട് ഇപ്പം പിരിയൻ മുളകാണ് എടുത്തിട്ടുള്ളത്. പാണ്ടിമുളക് എടുക്കുവാണെങ്കിൽ ഭയങ്കര എരിവായിരിക്കും. അപ്പം പിരിയൻ മുളക് ആവശ്യത്തിന് ഞാൻ പാനിലേക്ക് ഇട്ടൊന്ന് ചൂടാക്കി എടുക്കുവാണ്. അപ്പം നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ ഇതല്ലാണ്ട് അടുപ്പിലിട്ട് ചുട്ടെടുക്കാവുന്നതാണ്. ഇങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റിയാണ്. ഇത് നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇതൊരു സൗണ്ട് കേൾക്കാം, നല്ല ഒടിക്കുമ്പോൾ നല്ലപോലെ പൊടിഞ്ഞ് വരും. ആ ഒരു പരുവം വരെ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കണം. അതാണ് ഈ ചമ്മന്തി അരക്കാനായിട്ടുള്ള പരുവം. അങ്ങനെ വറ്റൽമുളകൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനിയും ഉണക്കക്കൊഞ്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കവർ ഉണക്കക്കൊഞ്ചാണ് ചമ്മന്തി അരക്കാനായിട്ട് എടുക്കുന്നത്. ഇച്ചിരി ഏറെ ചമ്മന്തി അരയ്ക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മൂത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇത് മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു ഓറഞ്ച് കളറായിട്ട് ഇത് മാറും. അതുവരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. കൈതോരാതെ ഇളക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിപ്പം ഇത് വറുത്തെടുക്കുന്നത്. അങ്ങനെ കൊഞ്ചൊക്കെ ഒന്ന് വറുത്തെടുത്ത് അതിന് ശേഷം നമുക്ക് തേങ്ങയുടെ ചിരട്ട കൊണ്ട് ഇതിൻ്റെ തലയൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം. അതിനായിട്ട് നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇച്ചിരി തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ ചെയ്യുമ്പം പെട്ടെന്ന് തലഭാഗമൊക്കെ ഒന്ന് മാറിക്കിട്ടും. കണ്ടതുകൊണ്ട് ആറ്റി എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതുപയോഗിച്ചിട്ട് നമ്മൾ ചമ്മന്തി ഇടിക്കാറുണ്ട്. ഞാനിപ്പം ഇത് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പം നമ്മുടെ വറ്റൽമുളകും കൊഞ്ചും എല്ലാം വൃത്തിയാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ, വറ്റൽമുളക് ഇങ്ങനെ തൊടുമ്പം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. നല്ല പോലെ നമ്മൾ കൈകൊണ്ട് തന്നെ പൊടിക്കാനായിട്ട് സാധിക്കും. ഇതാണ് ആ ഒരു പരുവം. ഇനി നമുക്ക് ചമ്മന്തി അരച്ചെടുക്കാം. ഇതിനായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ടാണ് ചതച്ചെടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു 10 ചെറിയുള്ളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അരകല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ അരച്ചെടുത്താൽ മതി. പിന്നെ നമുക്കിതിൽ ആവശ്യമായിട്ട് കുറച്ച് ഉപ്പും പിഴുപുളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ കൊഞ്ചും വറ്റൽമുളകും മാത്രം ഇട്ടൊന്ന് ചതച്ചെടുക്കണം. അതിനുശേഷം ചെറിയുള്ളിയും ഉപ്പുപൊടിയും കൂടെ ചേർക്കാം. പിന്നെ നമുക്ക് അല്പം പിഴുപുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആ കൊഞ്ചിൻ്റെയൊക്കെ ആ ഒരു മണവും രുചിയും, പിന്നെ പിരിയൻ മുളക് ആയതുകൊണ്ട് തന്നെ പരുവത്തിനുള്ള എരിവൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് അങ്ങ് എരിവൊന്നും കൂടിപ്പോയിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ച് ഒന്ന് ചാരിച്ചെടുത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാനിപ്പം വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു ചമ്മന്തിപ്പൊടി നമുക്ക് കഞ്ഞിയൊക്കെ കുടിക്കാനായിട്ട് നല്ലതാണ്. ഞാനിപ്പം കഞ്ഞി വെന്ത സമയത്ത് ഇത്തിരി കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് ആ ഒരു ചമ്മന്തിപ്പൊടിയും കൂടെ ചേർത്ത് കുടിക്കുവാണ്. പിന്നെ ഞാൻ കുറച്ച് കുറിച്ചി വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ ഞാൻ ചോറൊക്കെ വിളമ്പി അതിലേക്ക് കുറച്ച് ചീരത്തോരനും നമ്മുടെ ഇടിച്ച ചമ്മന്തിയും ഒക്കെ ഇട്ട് കൊടുക്കുവാണ്. നമ്മളിനി ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ലോലോലിക്ക അച്ചാർ കഴിഞ്ഞ ദിവസം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേയും കൂടെ 2 കഷ്ണം ഇട്ട് കൊടുക്കുവാണ്. പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക പച്ചടി ഇവിടെ നല്ല പോലെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത കുറിച്ചിയും കൂടെ വെച്ച് കൊടുക്കാം. അപ്പം നമ്മളിങ്ങനെ വീട്ടിൽ നിന്നൊക്കെ പറിച്ച് നമ്മൾ പാകം ചെയ്തിങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കൃഷിയൊക്കെ ചെയ്ത് ഈ രീതിയിൽ വീട്ടിൽ നിന്നും പച്ചക്കറിയൊക്കെ പറിച്ച് വിഷമില്ലാത്ത നല്ല അടിപൊളി പച്ചക്കറിയൊക്കെ പറിച്ച് നമുക്ക് ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് കഴിക്കാം. നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ്. വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുകയും ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഊണായിരുന്നു ഇന്ന്. രാവിലെ എഴുന്നേറ്റ സമയത്ത് അങ്ങനെ കൂട്ടാൻ വെക്കാൻ എന്തോ ഉണ്ടെന്ന് ആലോചിച്ചിരുന്ന സമയത്താണ് നമുക്ക് ഇത്രയും കൂട്ടാൻ കൂട്ടി കഴിക്കാൻ പറ്റി. അപ്പം നിങ്ങൾ ഈ പച്ചക്കറിയൊക്കെ വീട്ടിൽ അഥവാ ചീരയോ വെണ്ടയോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ കടയിൽ നിന്ന് മേടിച്ചതാണെങ്കിലും
ഇപ്പം എല്ലാവർക്കും കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ അതിനുള്ള സ്ഥലവും സൗകര്യവും ഒന്നും കാണത്തില്ല. അങ്ങനെയുള്ളവരാണെങ്കിലും നിങ്ങളിത് ചീരയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞു വിളവെടുപ്പും ഈ വിഭവങ്ങളും ഒക്കെ കൂട്ടിയുള്ള ഊണും ഒക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും കൂട്ടുകാർക്കും ഒക്കെ ഇതൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പം മറ്റൊരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം.